എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാള് ഒരു മരുഭൂമിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറെ അകലെ പോയി പിന്നെ തിരിച്ചെങ്ങോട്ട് പോകണം ദിശ അറിയാതെ വഴിതെറ്റി അയാൾ ആ മരുഭൂമിയിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ആ വഴിതെറ്റി പ്രയാസപ്പെടുന്നതിന്റെ ഇടയിലാണ് അങ്ങ് അകലെ നിന്ന് ഒരു വെളിച്ചം കാണുന്നത്. ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മനുഷ്യൻ നടന്നത്. അയാൾ എത്തിപ്പെട്ടത് ഒരു ടെന്റിലായിരുന്നു. ആ ടെന്റിൽ അദ്ദേഹം കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. തളർന്നു കിടക്കുന്ന ഇരു കൈകളുമില്ലാത്ത അന്ധനായ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഇങ്ങനെ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരിൽ എന്നെ ഉത്കൃഷ്ടനാക്കിയ അള്ളാഹുവിനെ സർവസ്തുതിയും എന്ന് അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് ആ വഴിതെറ്റിച്ചെന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ ബെഡിൽ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ചരിച്ചു കിടക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണം, അന്ന് മലമൂത്ര വിസർജന ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു മുറുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ തരണം. എടുത്ത് കുടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതിനുള്ള കയ്യും നിങ്ങൾക്കില്ല. നിങ്ങളിങ്ങനെ തളർന്നു കിടക്കുന്ന ഇരു കൈകളുമില്ലാത്ത, അതുപോലെ തന്നെ അന്ധനായ നിങ്ങൾ ഇങ്ങനെ പറയുന്നു, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യനേക്കാൾ ഉന്നതനാക്കിയ എനിക്ക് സർവസ്തുതിയും നിനക്ക് സർവസ്തുതിയുമെന്ന് നിങ്ങൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഇമാം ദഹബി പറയുന്നു, എനിക്ക് അല്ലാഹു തആല ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്, പറയുന്നത് കേൾക്കാനുള്ള ചെവി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അങ്ങനെ അദ്ദേഹം എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതിന് ഞാൻ എൻ്റെ റബ്ബിന് ശുക്ർ ചെയ്യണ്ടയോ? ആ ഒരു നന്ദി എന്നെ പടച്ചവൻ തമ്പുരാൻ ബുദ്ധിയില്ലാത്തവനാക്കിയില്ലല്ലോ, എനിക്ക് കണ്ണില്ലെങ്കിലും ചെവിയില്ലാത്തവരാക്കിയില്ലല്ലോ, കേൾവി ശക്തി ഇല്ലാത്ത ആളാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സുപ്രധാനമായ ഒരു ചിന്തയാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഇട്ടു തരുന്നത്. ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു ആലോചന നമ്മളിലും ഉണ്ടാകേണ്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. സൂറത്ത് ദാരിയാത്തിന്റെ 21ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.